നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാര്യമാണ് സഞ്ജു സാംസനെ കുറിച്ച്. സഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പറ്റൂല, ചെകുത്താൻ, അവന് ആണും പെണ്ണും കെട്ട ഒരുത്തൻ, അവൻ പറഞ്ഞ വർത്താനം നമുക്ക് നോക്കിയിട്ട് വരാം. സഞ്ജു സാംസൺ ഇന്ത്യയെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞോണ്ടോ എന്താ ഇന്ത്യയുടെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് സഞ്ജു സാംസൺ ആരാടാ നിനക്ക് അറിയത്തില്ല? നീ നോക്കടാ, സഞ്ജു സാംസൺ എന്ന് പറയുന്ന വ്യക്തിയെ ഇവൻ അറിയത്തില്ല. ആരാന്നവൻ ചോദിക്കുന്നുണ്ട്. ചിലപ്പോ പ്യൂരിഫൈ ചെയ്ത് കാണും. ഇന്ത്യയുടെ കളി ജയിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ച ആളാണ് സഞ്ജു സാംസൺ. അതാർക്കും ഒരു തർക്കമില്ലാത്ത കാര്യം. ഇത്രയും റൺസ് എടുത്ത് ഇന്ത്യയെ ജയിപ്പിച്ച, നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച പുള്ളി ഇന്ന് കളിച്ചില്ലായിരുന്നെങ്കിൽ, അന്നത്തെ ദിവസം കളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യ എന്തായാലും തോറ്റുപോകും. അത്ര നല്ല കളി പെർഫോമൻസ് കാഴ്ചവെച്ച സഞ്ജു ആരാടാവുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവനെയൊക്കെ പിടിച്ച് അകത്തിടാൻ ആരുമില്ല അല്ലേ? ഇനി അടുത്ത കളിയിൽ സഞ്ജു തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവനെ പോലുള്ളവന്മാരാ. സഞ്ജുവിനെ ബ്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ ബ്ലെയിം ചെയ്യാൻ ഇതെന്തായാലും സഞ്ജുവിന്റെ അടുത്തെടുത്തല്ലോ. ഒരു സമ്മർദ്ദം ഉണ്ടാക്കി ആളുകളെ എന്താ പറയണ്ടത് തോപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ ഈ കാര്യങ്ങൾ എത്തും. മറുപടി ഇതാ വരുന്നു, നിങ്ങൾ കണ്ടു നോക്ക്. ഇത്രയും ഞാൻ ഇവനോട് വേണ്ടി പറഞ്ഞില്ലെങ്കിൽ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ അഭിമാനമായ സഞ്ജു, അതേത് കൊച്ചു കുട്ടികൾക്ക് വരെ ആരാണ് ക്രിക്കറ്റ് കാണുന്നത്, ക്രിക്കറ്റിലെ ആരാ ക്രിക്കറ്റ് കളിച്ചാൽ എന്താണ്, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് ഒരു കൊട്ടു, ക്രിസംഗികൾക്ക് അങ്ങനെ ഇഷ്ടമായി കുട്ടുമേൽ നിന്ന് കുരിശു വരച്ചത്, ഇത്രയും മതപരമായിട്ട് തീവ്രവാദപരമായിട്ട് വർത്താനം പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും മതനിന്ദ കാണിക്കുന്ന ഒരു ചേട്ട ഇവൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നൊക്കെ പറയുന്നത്. അതിനുള്ള മറുപടി ഇപ്പം നിങ്ങൾ കണ്ടോ? ഈ സിനിമ ഡയലോഗാണ് എനിക്ക് പറയാനുള്ളത്. ഇവന്റെ അപരാധം കുറെ നാളായിട്ട് മോഹൻലാലിനെതിരെ മറ്റു നടന്മാർക്കെതിരെ, മോഹൻലാലിന് എന്താ പറയുന്നത് കേണലാലിനെ പറ്റിയൊക്കെയായിരുന്നു അവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് തെറി പറഞ്ഞുകൊണ്ടിരിക്കും. ഇവനെപ്പോലുള്ള ആന്റി സോഷ്യൽ, അതായത് സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന ഇവനെപ്പോൾ ഇവൻ ദ്രോഹപരമായി സംസാരിക്കുകയും അത് പിടിച്ച് യൂട്യൂബിൽ ഇടുകയും ചെയ്യുന്നു, റീച്ച് കിട്ടുകയും ചെയ്യുന്നു. ഇവന്റെ വാക്കുകളോ അല്ലെങ്കിൽ ബ്ലോഗോ ഇതൊന്നും കാണാൻ ആളുകൾ അവന് നിങ്ങൾ ആരെങ്കിലും കയറി നോക്കിയാൽ അറിയാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ കയറി നോക്കുകയേ വേണ്ട, അത്രയും ഇതായി ഡൗൺ ആയിപ്പോയി അവന്റെ പേജ്. എന്നാൽ പിന്നെ അങ്ങ് സഞ്ജുവിനെ തെറി പറയുവാണെങ്കിൽ കുറെ പേരങ്ങ് കാണുമെന്ന് വിചാരിച്ചിട്ട് ഇവൻ കാണിച്ച പരിപാടിയാണ്. ഇത്രയും തരം താഴ്ന്ന ഒരുത്തൻ ഇതിനു മുമ്പ് ഒരുപാട് വിവാദങ്ങളിലൊക്കെ ഇവനെ കണ്ടിട്ടുള്ളതാണ്. ഇവനെയൊക്കെ പിടിച്ച് ഇവനെതിരെ കേസെടുക്കാൻ ഒരു മനുഷ്യനില്ലല്ലോ എന്ന് പറഞ്ഞു. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ നാട്ടിൽ കേസെടുക്കാൻ നിയമമുണ്ട്, എല്ലാം ഉണ്ട്. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന, കേരളത്തെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ നല്ല പേരുള്ള സഞ്ജു സാംസണെതിരെ ഇങ്ങനെ ഒരു വ്യക്തിഹത്യയും അതുപോലെ തന്നെ ബ്ലെയിം ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ ബ്ലെയിം ചെയ്യുന്ന ഈ കാര്യങ്ങൾ പറഞ്ഞ ഇവനെ പിടിച്ച് അകത്തിടുകയും ചെയ്തിരിക്കുന്നുണ്ട്. അതിനുള്ള നിയമം നമ്മുടെ നാട്ടിലില്ലാണ്ടായിപ്പോയി. പിന്നെ നമ്മൾ സഹിക്കുകയല്ലേ മാർഗമുള്ളൂ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരാതി കൊടുത്ത് ഇവനെയൊക്കെ പിടിച്ച് അകത്തിടുകയുണ്ട്. ശരിക്കും ഇവന് അടുത്ത ഞാനൊരു മറുപടി ഞാൻ ഈ മൂവി ക്ലിപ്പ് ഇട്ടിട്ട് ഞാൻ കാണിക്കാം. ഇത്രയെങ്കിലും ഞാൻ പറയണ്ടേ അല്ലേ? ഇത്രയും കാണിച്ചില്ലെങ്കിൽ വലിയൊരു അപരാധമായി പോകും. നാളെ ഇവൻ വീണ്ടും തെറി പറയും സോഷ്യൽ മീഡിയ വന്നിട്ട്. ആരെയൊക്കെ ഇവന്റെ വീട്ടിലെ അമ്മയോ അച്ഛനോട് ചോദിച്ചു നോക്കിയാൽ അറിയാം ആരാ സഞ്ജു സാംസൺ എന്ന്. ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. എന്നിട്ട് പോലും ഇവനെ വളർത്തുദോഷം എന്ന് പറഞ്ഞാൽ മതി, വീട്ടുകാരുടെ വളർത്തുദോഷം കൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലാണ്ട് എന്നാ പറയേണ്ടത്? മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.